ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ആയില്ലേ മീൻ കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായി വന്നിട്ട്. ഇന്നൊരു ആവോലി പൊള്ളിച്ചതായാലോ. ഈ ഒരു ഫിഷ് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് പുളിയുടെ വെള്ളമാണ് ഞാൻ ഇവിടെ മിക്സ് ചെയ്യുന്നത്. ഇതെല്ലാം ആഡ് ചെയ്ത് ഒരു മസാല ഉണ്ടാക്കുക. ഇനി ഈ മീനിന്റെ മുകളിൽ ഈ മസാല നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ആവോലികൾ ഓരോന്നോരോന്നായി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു ഫിഷ് നന്നായി മുരിയിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങാപ്പാൽ എടുത്തു വെക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് 1 പാലാണ്. നല്ല കട്ടിയിൽ തന്നെ നമുക്ക് പാലെടുത്തു വെക്കാം. ഈ ഒരു പൊള്ളിച്ചതിന്റെ സ്പെഷ്യൽ കൂട്ടാണ് കേട്ടോ ഈ ഒരു തേങ്ങാപ്പാല്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലെല്ലാം എടുത്ത് വെക്കുമ്പോഴത്തേനും നമ്മുടെ ഫിഷ് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എല്ലാ ഫിഷുകളും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടി പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് 2 സവാളയാണ് ഞാൻ കുനുകുന കട്ട് ചെയ്തത് ഈ ഓയിലിലിട്ട് ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇതിന്റെ കളർ ഒന്ന് മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് തക്കാളിയും പച്ചമുളകുമാണ്. 2 തക്കാളിയും 2 പച്ചമുളകുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിന്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 3-4 വെളുത്തുള്ളിയും ഒരു 4 ചുവന്നുള്ളിയുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നന്നായി ഒന്ന് കുത്തിയെടുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഏകദേശം വാടുന്ന സമയത്ത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ ഏകദേശം നമ്മുടെ പച്ചക്കറികളെല്ലാം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് നോക്കിയിട്ട് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ ഉള്ളി വാടുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഈ പൊടികളെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇത് അടുപ്പത്ത് വെച്ച് കുറുക്കി ഈ ഒരു രൂപത്തിലാക്കിയെടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ളത് വാഴയിലയാണ്. വാഴയില ഒന്ന് വാട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മസാല ആദ്യം ഇട്ട് കൊടുക്കുക. അതിന്റെ മുകളിൽ നമ്മുടെ ഫിഷ് ഇട്ട് കൊടുത്ത് അതിന്റെ മുകളിൽ കുറച്ചുകൂടി മസാല ഇട്ട് കൊടുത്ത് നമ്മുടെ വാഴയില ഇതേപോലെ ഒന്ന് കെട്ടിയെടുക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ എന്റെ യൂട്യൂബ് ചാനലിലുണ്ട്, ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ കമന്റുകൾ ഒന്ന് ടൈപ്പ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.